السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നാം എല്ലാവരും അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്. അള്ളാഹുവാണ് നമ്മളെ ദുനിയാവിലേക്ക് അയച്ചത്. ദുനിയാവിലേക്ക് നമ്മൾ അയക്കുമ്പോൾ നാം ഓരോരുത്തരെയും ഏറ്റവും പരിശുദ്ധമായ പ്രകൃതിയിൽ ഒരു പാപത്തിൻ്റെയും കറയില്ലാതെ ശുദ്ധമായ അവസ്ഥയിലാണ് ദുനിയാവിലേക്ക് അയച്ചത്. കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്ര. മുഴുവൻ മനുഷ്യരും ജനിച്ചു വീഴുന്നത് പരിശുദ്ധമായ അവസ്ഥയിലാണ്. പാപത്തിൻ്റെ ഒരു കറയുമില്ലാതെ ശുദ്ധമായ പ്രകൃതിയിലാണ്. ഇനി നാം മടങ്ങേണ്ടതും ഒരു പാപത്തിൻ്റെ കറയില്ലാതെ പരിശുദ്ധമായ അവസ്ഥയിലായിരിക്കണം. ഇത് അല്ലാഹു തആല നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഏതുപോലെ പരിശുദ്ധമായ ദുനിയാവിലേക്ക് അയച്ചോ, ഇതുപോലെ പരിശുദ്ധമായ പാപത്തിൻ്റെ കറയില്ലാത്ത അവസ്ഥയിൽ നാം അള്ളാഹുവിലേക്ക് മടങ്ങാൻ അള്ളാഹു നമ്മൾ ഇന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്. പാപത്തിൻ്റെ ധാരാളം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മുന്നിലുണ്ട്. അതുകൊണ്ട് മനുഷ്യരായ നമ്മൾ ഇന്ന് പാപങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട്, ധാരാളം അവസരങ്ങളുമുണ്ട്. എന്നാൽ ഒരു മുഅ്മിൻ പാപങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിരതനാവുകയില്ല. കാരണം അവനറിയാം, പാപങ്ങൾ പൊറുപ്പിക്കപ്പെട്ടില്ല എങ്കിൽ, തിന്മകളെ മാപ്പാക്കിയില്ല എങ്കിൽ അതിൻ്റെ പേരിൽ ധാരാളം ദൂഷ്യങ്ങൾ ഈ ദുനിയാവിലും ഉണ്ടാകും, ആഖിറത്തിലും ഉണ്ടാകും. ഇവിടെയാണ് പരിശുദ്ധമായ റമളാൻ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന മഗ്ഫിറത്തിൻ്റെ 10 ദിവസങ്ങളുടെ മഹത്വം മനസ്സിലാക്കുന്നത്. ഓരോ പാപത്തിൻ്റെ പേരിലും ഈ ദുനിയാവിലുണ്ടാകുന്ന ദൂഷ്യങ്ങളും അതിൻ്റെ അനന്തര ഫലങ്ങളും ആഖിറത്തിൽ വരാൻ പോകുന്ന അപകടങ്ങളും ഒരു മുഅ്മിൻ മനസ്സിലാക്കിയാൽ സത്യത്തിൽ പരിശുദ്ധമായ റമളാൻ അവന് വിശ്രമിക്കാൻ സമയം കിട്ടുകയില്ല. പ്രത്യേകിച്ച് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന മഗ്ഫിറത്തിൻ്റെ 10 ദിവസങ്ങൾ വളരെ കൂടുതൽ ജാഗ്രതയോടെ ആ 10 ദിവസങ്ങളെ പ്രയോജനപ്പെടുത്തി തൻ്റെ എല്ലാ പാപങ്ങളും പൊറുപ്പിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ഓരോ തിന്മക്കും അതിൻ്റെതായ അനന്തര ഫലങ്ങളുണ്ട്, ദൂഷ്യങ്ങളുണ്ട്. ഉമർ റളിയല്ലാഹു തആല പറയുമായിരുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ.
നിങ്ങളൊരു നന്മ ചെയ്താൽ അതിന് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ ആയത്ത് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, നന്മക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷെ അതേപോലെ തിന്മകൾ അതിന് ധാരാളം അനന്തര ഫലങ്ങളുണ്ട്. അത് ദുനിയാവിലും അതിൻ്റെ ദൂഷ്യങ്ങളുണ്ടാകും, മരണം മുതലുള്ള ജീവിതത്തിലും ഉണ്ടായിത്തീരുന്നതാണ്. ഉലമാക്കൾ എഴുതുന്നു, ഓരോ തിന്മക്കും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ, അതിൻ്റെ ദൂഷ്യങ്ങൾ 3 നിലയിൽ. 1 അവൻ്റെ വ്യക്തി ജീവിതത്തിൽ, 2 സമൂഹത്തിൽ, 3 അവൻ്റെ ആഖിറത്തിൻ്റെ ജീവിതത്തിൽ. വ്യക്തി ജീവിതത്തിൽ ഒരു പാപിയായ മനുഷ്യന്, തിന്മ ചെയ്യുന്ന മനുഷ്യനുണ്ടാകുന്ന, ദുന്യാവിലുണ്ടാകുന്ന ആദ്യത്തെ അതിൻ്റെ ദൂഷ്യം, ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. തിന്മയിൽ മുഴുകുന്ന മനുഷ്യൻ അവനൊരു പക്ഷേ ചിരിക്കുന്നതായി കാണാം, വലിയ വാഹനത്തിലും വലിയ ഭവനത്തിലും വലിയ സൗകര്യത്തിലും ജീവിക്കുന്നതായി ബാഹ്യമായി കാണാം. പക്ഷെ അവൻ്റെ ഹൃദയം വലിയ അസ്വസ്ഥതയിലായിരിക്കും. എത്രയെല്ലാം ഭൗതികമായ വസ്തുക്കളും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും പാപിയായ മനുഷ്യൻ്റെ മനസ്സിനൊരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. മനസ്സ് വളരെ പിടയ്ക്കുന്ന അവസ്ഥയിലും വളരെ നീറുന്ന അവസ്ഥയിലുമായിരിക്കും. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, മനുഷ്യൻ്റെ ഹൃദയത്തെ മരിപ്പിച്ച് കളയുന്ന ചില കാര്യങ്ങൾ, ദംബുൻ അല ദം, തിന്മകളിൽ നിരതനാവുക, ഒരു തിന്മയ്ക്ക് ശേഷം വീണ്ടും തിന്മ ചെയ്യുക, വീണ്ടും പാപം ചെയ്യുക, ഇങ്ങനെ പാപിയായി തന്നെ ജീവിക്കൽ അവൻ്റെ ഹൃദയത്തെ മരിപ്പിച്ച് കളയുന്ന കാര്യമാണ്. ഹൃദയത്തെ ഇല്ലാതാക്കും, ഹൃദയത്തെ അസ്വസ്ഥമാക്കും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നു, വഇന്ന ലിസ്സിയ്യതി സവാദൻ ഫിൽ വജ്ഹ് വളുൽമതൻ ഫിൽ ഖൽബ് വളീഖൻ ഫിൽ റിസ്ഖ് വബുഗ്ളൻ ഫി ഖുലൂബിൻ നാസ്. സഹാബാക്കൾ പ്രസിദ്ധനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നു, ഒരു തിന്മ, ഒരു സയ്യ, ഒരു പാപം, അത് അവൻ്റെ മുഖത്തെ കറുപ്പിക്കും, മുഖത്തിൻ്റെ ഭംഗിയെ ഇല്ലാതാക്കും. വളുൽമതൻ ഫിൽ ഖൽബ്, അതേ തിന്മ അവൻ്റെ ഹൃദയത്തെ ഇരുളുള്ളതാകും, എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ അസ്വസ്ഥമാക്കും. ഓരോ തിന്മയും നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്നതാണ്. മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി തആല പറയുന്നു, അല്ലാഹുവിൻ്റെ ശിക്ഷ മനുഷ്യന്റെ മേൽ അത് ശരീരത്തിലും ഇറങ്ങും, ഹൃദയത്തിലും ഇറങ്ങും. എന്നാൽ അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ ഏറ്റവും കടുത്ത ശിക്ഷ മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ മേൽ ഇറങ്ങുന്ന ശിക്ഷയാണ്. മനസ്സിൻ്റെ സമാധാനം അല്ലാഹു തിരിച്ചെടുക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ മുസീബത്താണ് ഹൃദയ സമാധാനം, ഹൃദയത്തിൻ്റെ ശാന്തതയും സന്തോഷവും നഷ്ടപ്പെടുക എന്നുള്ളത്. അബൂ റളിയല്ലാഹു തആല പറയുന്നു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിൽ പുറപ്പെടാൻ എനിക്ക് അല്പം തടസ്സം വന്നു. അതിൻ്റെ പേരിൽ ഭൂമിയെല്ലാം വിശാലമായി, പക്ഷേ എൻ്റെ ഹൃദയം ഇടുക്കമായി പോയി. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഈ ഉമ്മത്തിൻ്റെ മേൽ അള്ളാഹു ചെയ്ത കരുണയാണ്. ഈ ഉമ്മത്തിനെ തിന്മയുടെ മേൽ അള്ളാഹു തആല ബാഹ്യമായി കോലം മറിക്കുകയില്ല എന്നത്. മുൻകഴിഞ്ഞ സമുദായങ്ങൾ പാപങ്ങൾ ചെയ്തപ്പോൾ അള്ളാഹു തആല അവരുടെ കോലങ്ങൾ മറിക്കും. മനുഷ്യ കോലത്തിൽ നിന്നും ജന്തുക്കളുടെ, മൃഗങ്ങളുടെ കോലത്തിലേക്ക് മറിച്ചു. എന്നാൽ ഉലമാക്കൾ എഴുതി, ബാഹ്യമായ ശരീരത്തിൻ്റെ കോലം മറിക്കുകയില്ല എന്ന് സത്യമാണ്. പക്ഷേ പാപിയായ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ മറിക്കുന്നതാണ്, ഹൃദയത്തിൻ്റെ കോലം മറിക്കുന്നതാണ്. ചിലർ ബാഹ്യമായി മനുഷ്യരായിരിക്കും, ഹൃദയംഗമായി അവർ വളരെ മോശമായ അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് ഓരോ തിന്മയും അതിൻ്റെ ആദ്യത്തെ ദൂഷ്യം തീർച്ചയാണ്, ഒരു സംശയവുമില്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ മേലാണ് ഉണ്ടാകുന്നത്. ഹൃദയത്തിൻ്റെ സന്തോഷവും ഹൃദയത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തും. 2 ഉലമാക്കൾ എഴുതി, പാപിയായ മനുഷ്യനുണ്ടാകുന്ന ദുന്യാവിലുണ്ടാകുന്ന ദൂഷ്യം അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളും ജീവിത വസ്തുക്കളും ഇടുക്കമാകും. വളീഖൻ ഫിൽ റിസ്ഖ്, അവൻ്റെ ജീവിത അവസ്ഥകൾ, സാഹചര്യങ്ങൾ, ജീവിത വസ്തുക്കൾ ഇതെല്ലാം ഇടുക്കമാകും, ജീവിതം പ്രയാസമാകും. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ അടുക്കൽ ഒരാൾ വന്നു തൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റി പറയാൻ വേണ്ടി. ഞാൻ വലിയ ദാരിദ്ര്യാവസ്ഥയിലാണ്. അദ്ദേഹം പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചെയ്യും, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. മറ്റൊരു മനുഷ്യൻ വന്ന് പറഞ്ഞു, എൻ്റെ ഭൂമി കൃഷി ചെയ്യാൻ വെള്ളമില്ല, ഉണങ്ങി വരണ്ടു പോയി. അദ്ദേഹത്തോടും പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ ചെയ്യും, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക. പിന്നെ വേറൊരു മനുഷ്യനൊന്ന് പറഞ്ഞു, എനിക്ക് സന്താനങ്ങളില്ല, ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹത്തോടും പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചെയ്യും.
അപ്പോൾ മനുഷ്യൻ വ്യത്യസ്തമായ ജീവിത പ്രശ്നങ്ങളുമായി മഹാനവറുകളുടെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം പരിഹാരമായി പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചെയ്യും. ശിഷ്യന്മാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് 3 ആവശ്യങ്ങളുമായി വന്നവരോട് മറുപടി ഒന്നാണ് പറഞ്ഞത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടിയാണ്. അവരുടെ സമൂഹം അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ആ നബിയോട് ഒന്ന് പറഞ്ഞു. 40 വർഷമായി നൂഹ് നബിയുടെ സമൂഹത്തിൻ്റെ സ്ത്രീകൾ പ്രസവിക്കാതായി, അവരുടെ മഴ ലഭിക്കാതായി, ഭൂമി വരണ്ടുപോയി. ഇങ്ങനെ പല പ്രശ്നങ്ങളുമായി നൂഹ് നബിയുടെ അടുക്കൽ വന്നപ്പോൾ ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അഥവാ നിങ്ങളുടെ ഈ മുഴുവൻ പ്രശ്നത്തിൻ്റെയും കാരണം പാപങ്ങളാണ്. നിങ്ങളുടെ നിഅമത്തുകൾ തടഞ്ഞു വെക്കുന്നത് നിങ്ങളിൽ നിന്ന് ഉയർന്നുപോയ പാപങ്ങൾ, നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ നിന്നും ആകാശത്ത് ഉയർന്ന പാപങ്ങളാണ് ഭൂമിയിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങേണ്ട അനുഗ്രഹങ്ങളെ തടഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്തഗ്ഫിറൂ, നിങ്ങൾ പശ്ചാത്തപിച്ചുകൊള്ളിൻ, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൊള്ളിൻ. ഈ നിഅമത്തുകൾ അള്ളാഹു നിങ്ങൾക്ക് വീണ്ടും സുലഭമായി നൽകുന്നതാണ്. ജീവിതത്തിൻ്റെ ബാഹ്യമായ അവസ്ഥകളെ ഇടുക്കമാക്കുന്നത് നമ്മുടെ പാപങ്ങളാണ്. ഒരു മയ്യത്ത്, ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഒന്നെങ്കിൽ ഈ മനുഷ്യൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഈ മനുഷ്യനിൽ നിന്നും രക്ഷപ്പെട്ടു. സഹാബാക്കൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് മനസ്സിലായില്ല, തങ്ങൾ എന്താണ് പറഞ്ഞത്? തങ്ങൾ പറഞ്ഞൊരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ്റെ മരണത്തോടുകൂടി അവൻ്റെ എല്ലാ ക്ലേശങ്ങളും ബുദ്ധിമുട്ടും അവസാനിച്ച് ദുന്യാവിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. ഇനി ഒരു ഫാജിറായ പാപിയായ മനുഷ്യനാണ് മരണപ്പെടുന്നതെങ്കിൽ അവൻ്റെ പാപിയായ മനുഷ്യൻ്റെ പാപത്തിൻ്റെ മേലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും ഭൂമിയും വൃക്ഷങ്ങളും മൃഗങ്ങളും എല്ലാം രക്ഷപ്പെട്ടു. ഒരു മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ അതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകൾ ബാക്കി അവൻ്റെ പരിസരത്തുള്ള ഭൂമിയും ആ പ്രദേശവും വൃക്ഷങ്ങളും മരങ്ങളും ജന്തുക്കളും മൃഗങ്ങളും ബുദ്ധിമുട്ടുകയാണ്. ചിന്തിച്ചു നോക്കി, അവൻ്റെ പാപത്തിൻ്റെ ബുദ്ധിമുട്ട് ദൂഷ്യങ്ങൾ ബാക്കിയുള്ള സൃഷ്ടികളെ മേൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അവൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരാളുടെ പാപം കാരണമായി ബാക്കിയുള്ള സൃഷ്ടികൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അയാളുടെ വ്യക്തി ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഹുബാറ പക്ഷി അതിൻ്റെ കൂട്ടിൽ നിന്ന് വെള്ളം ലഭിക്കാതെ അതിന് ചത്തുപോകും ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ കാരണമായി. നമ്മൾ ചിന്തിച്ചു, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൂഷ്യം എത്രയായിരിക്കും ബാക്കിയുള്ള സൃഷ്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ. ഖത്താദ റഹ്മത്തുള്ളാഹി തആല പറയുന്നു, ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ, തിന്മ ചെയ്യുമ്പോൾ ബാക്കിയുള്ള സൃഷ്ടികൾ അവനെ ലഅനത്ത് ചെയ്യും. ഹാദാ ബിശുഊമി മഅസിയതി ബനി ആദം. ദ്വാരത്തിൽ മാളത്തിലിരിക്കുന്ന ഇഴജന്തുക്കൾ വരെ അവന് ശപിക്കും, നമുക്ക് മഴ ലഭിക്കുന്നില്ല, ജീവിത വിഭവങ്ങൾ ലഭിക്കുന്നില്ല, ഭക്ഷണം ലഭിക്കുന്നില്ല, മൃഗങ്ങളും ജന്തുക്കളും അവനെ ശപിക്കും. ഇതിൽ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഒരു മനുഷ്യന്റെ നാശത്തിന് ഇത് മതിയായതല്ലേ? പാപങ്ങൾ ചെയ്യാത്ത ജന്തുക്കൾ, തിന്മകൾ ചെയ്യാത്ത മൃഗങ്ങൾ അവന് ശപിച്ചാൽ അതുപോലെ അവൻ്റെ നാശത്തിന്. എന്തുകൊണ്ടാണ് ഇതെല്ലാം? ഒരു പാപിയായി മനുഷ്യൻ പാപത്തിൽ നിരതനായതിൻ്റെ പേരിൽ. പാപിയായി ജീവിക്കുമ്പോൾ ബാക്കി എല്ലാ സൃഷ്ടികൾക്കും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ശാപം ആ പാപിയായ മനുഷ്യൻ്റെ മേലുണ്ടാകും. പാപത്തിൻ്റെ ദുരന്തമാണ്, അനന്തര ബലമാണ് ദുന്യാവിലുണ്ടാകുന്നത്. മൂന്നാമത് ഉലമാക്കൾ എഴുതി, ഒരു മനുഷ്യൻ പാപിയായി ജീവിച്ചാൽ ദുന്യാവിൽ അവൻ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ നഷ്ടം ഇബാദത്തിൻ്റെ ആനന്ദവും രസവും നഷ്ടപ്പെടും. ഇബാദത്ത് അവന് ഭാരമായി മാറും. ഒരു ആലിമിനോട് ചോദിച്ചു, ഒരാൾ പാപം ചെയ്താൽ അദ്ദേഹത്തിന് ഇബാദത്തിൻ്റെ രസം കിട്ടുമോ? അദ്ദേഹം പറഞ്ഞു, വലാമൻ ഹമ്മ, പാപത്തെക്കുറിച്ച് ചിന്തിച്ച് അതിൽ മുഴുകി കഴിഞ്ഞുകൂടുന്ന മനുഷ്യൻ അവന് തന്നെ ഇബാദത്തിൻ്റെ രസം കിട്ടുകയില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഇബാദത്ത് ഭാരമാകുന്നത്? നമസ്കാരം ഭാരമാകുന്നത്, രാത്രി നമസ്കാരങ്ങൾ ഭാരമാകുന്നത് നമ്മൾ അധികരിച്ച പാപങ്ങളാണ്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, എനിക്ക് രാത്രി നമസ്കരിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ നമസ്കരിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു,
നിന്നെ രാത്രിയിലെ ഇത്രയും ഉന്നതമായ ഇബാദത്തിൽ നിന്നെ തടയുന്നത് നിന്റെ പാപങ്ങളാണ്. നിന്റെ തിന്മകൾ നിന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് എണീക്കാൻ സാധിക്കാത്തത്. തിന്മകളാണ് ഇബാദത്തിനെ ഭാരമാക്കുന്നത്, ഇബാദത്തിൻ്റെ രസത്തെ ഇല്ലാതാക്കുന്നത്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ തിന്മ, ഒരു ചെറിയ പാപം, അത് കാരണമായി 5 മാസം എനിക്ക് ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം നഷ്ടപ്പെട്ടു പോയി. അവർ പാപം ചെയ്ത് പറഞ്ഞാൽ നമ്മളിപ്പോൾ വലിയ പാപങ്ങളല്ല, അവർ നമ്മൾ സംബന്ധിച്ച് നന്മയായിരിക്കും. പക്ഷെ എൻ്റെ ഒരു ജീവിതത്തിൽ സംഭവിച്ച ഒരൊറ്റ തിന്മ, ഒരു ചെറിയ പാപം, അത് കാരണമായി 5 മാസം രാത്രിയിൽ നമസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയുണ്ടായി. അതുമാരെ പാപത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന, ദുന്യാവിലുണ്ടാകുന്ന ദൂഷ്യമാണ്. ഇബാദത്ത് ഭാരമാകും, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഭാരമാകും. എന്നാൽ അതിൽ ലഭിക്കേണ്ട ഒരു രസമുണ്ട്. നമസ്കാരത്തിനൊരു രസമുണ്ട്, ഒരു ആനന്ദമുണ്ട്. ലോകത്തെവിടെയും കിട്ടാത്ത പ്രത്യേകമായ ഒരു രസവും ഒരു ആനന്ദവും ഒരു സുഖവും നമസ്കാരത്തിലുണ്ട്. ഓരോ നന്മയിലുമുണ്ട്. അത് ലഭിക്കുകയില്ല പാപത്തിൽ നിരതനായാൽ. പിന്നെ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, മറ്റുള്ളവരുടെ ഹൃദയത്തിലുള്ള സ്നേഹം, അവനുള്ള ബഹുമാനം, അവനുള്ള ഇഷ്ടം, ഇത് അള്ളാഹു തആല ഊരിയെടുക്കും. അള്ളാഹുവാണ് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്നേഹവും ബഹുമാനവും ഇഷ്ടമെല്ലാം ഇട്ടുകൊടുക്കുന്നു. ഒരാൾക്ക് മറ്റൊരാളെ അള്ളാഹു തീരുമാനിക്കാതെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ പറഞ്ഞു, 2 അടുത്ത മിത്രങ്ങൾ, പരസ്പരം സ്നേഹിക്കുന്ന 2 പേർ, ഒരു ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ 2 സഹോദരന്മാർ, പരസ്പരം ബന്ധങ്ങൾ, ഇതെല്ലാം തകരുന്നതിൻ്റെ പ്രധാന കാരണം ഇല്ലാ ബിദംബിൻ. നിങ്ങൾ പറഞ്ഞു, ആ 2 പേരിൽ ഒരാൾ പാപം ചെയ്യലാണ്. ആ 2ൽ ഒരാൾ പാപം ചെയ്താൽ മറ്റൊരാൾക്ക് അയാളെ സ്നേഹിക്കാൻ സാധിക്കില്ല. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, സഹാബാക്കൾ പ്രസിദ്ധനായ സഹാബിയാണ്, ഒരാൾ രഹസ്യമായി തെറ്റ് ചെയ്താൽ, ആരും കാണാതെ ഇരുട്ടത്ത് മുറിയടിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഒരു പാപം ചെയ്താൽ അല്ലാഹു തആല മറ്റുള്ള മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അവനോട് അല്ലാഹു തആല വെറുപ്പിട്ട് കൊടുക്കും. രഹസ്യമായിട്ട് തെറ്റ് ചെയ്തത് ആരും അറിഞ്ഞിട്ടില്ല, പക്ഷേ അതേസമയം ആകാശ ലോകത്ത് അല്ലാഹു തീരുമാനിക്കും, അവനുള്ള വെറുപ്പിനെ തീരുമാനിക്കും. അവനറിയാതെ മറ്റുള്ളവർ അവനെ വെറുക്കും. ബന്ധങ്ങൾ തകർന്നു പോകും, ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടു പോകും, ബഹുമാനം ആദരവ് നഷ്ടപ്പെട്ടു പോകും പാപത്തിൻ്റെ പേരിൽ. ദുന്യാവിലുണ്ടാകുന്ന അനന്തര ഫലങ്ങളാണ്. പിന്നെ അവന് ദുന്യാവിൽ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായി ജീവിക്കേണ്ടി വരും. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ എന്നോട് 10 കാര്യങ്ങൾ വസിയത്ത് ചെയ്തു. അതിലൊന്ന് നബി തങ്ങൾ പറഞ്ഞു, ഇയ്യാക വൽ മഅസിയ, മുആദേ, ഒരു കാരണവശാലും പാപത്തിലേക്ക് നീ അടുക്കരുത്. നന്മകൾ അല്പം കുറഞ്ഞു പോയാലും പാപവുമായി നീ അല്പം പോലും അടുക്കരുത്. ഫഇന്നൽ മഅസിയ ഹല്ല സഖ്തുല്ലാഹ്, കാരണം പാപം എന്നുള്ളത് അള്ളാഹുവിൻ്റെ കോപം നിന്റെ മേൽ ഇറങ്ങാൻ കാരണമായി തീരും. നിന്നെ അള്ളാഹു വെറുക്കും, അള്ളാഹുവിൻ്റെ മലക്കുകൾ വെറുക്കും. കാരണം തിന്മകൾ അതൊരു നജസാണ്, ദുർഗന്ധം വമിക്കുന്ന വസ്തുവാണ്. ഓരോ തിന്മക്കും ദുർഗന്ധമുണ്ട്, നാം അറിയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഹദീസിൽ വരുന്നത്, ഒരു മനുഷ്യൻ കളവ് പറഞ്ഞാൽ അവൻ്റെ സമീപത്തുള്ള മലക്കുകൾ മൈലുകളോളം ദൂരത്തേക്കാകും ആ തിന്മയുടെ ദുർഗന്ധത്തിൻ്റെ പേരിൽ. തിന്മയ്ക്ക് ദുർഗന്ധമുണ്ട്, ദുർഗന്ധമുള്ള സ്ഥലത്ത് മലക്കുകൾ ഉണ്ടാവുകയില്ല. പാപിയായ മനുഷ്യനുമായുള്ള സഹവാസം മലക്കൾ സ്വയം വെടിയുന്നതാണ്. കാരണം എപ്പോഴും ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയായിരിക്കും, ആ തിന്മയുടെ ദുർഗന്ധം അവൻ്റെ കൂട്ടത്തിലുണ്ടാകും. താബിയായ റബിയ എന്ന മഹാൻ പറയുന്നു, ഞാൻ ഒരിക്കൽ ഒരു സദസ്സിൽ പോയിരുന്നു, കൂട്ടുകാരായിരിക്കുന്ന സദസ്സിൽ ഞാൻ പോയിരുന്നു. അവർ ആരുടെയോ ഗീബത്ത് പറയുകയായിരുന്നു. ഞാൻ എണീറ്റ് പോയി, എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് വീണ്ടും വന്ന സദസ്സിലിരുന്നു. അവർ വീണ്ടും ഗീബത്ത് പറയുകയായിരുന്നു. ഞാൻ അല്പം അറിയാതെ വീണ്ടും ഇരുന്നു പോയി. ഞാൻ അല്പം ഗീബത്ത് കേട്ടു. അദ്ദേഹം പറയുന്നു, 30 ദിവസം വരെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം എടുത്താൽ ആ ഭക്ഷണത്തിൽ നിന്ന് നജസായ ഖിൻസീറിൻ്റെ ദുർഗന്ധം വമിക്കുമായിരുന്നു. ഓരോ തിന്മക്കും അതിൻ്റെ ദുർഗന്ധമുണ്ട്. അതുകൊണ്ട് തിന്മ നമ്മളെ ദുർഗന്ധം, ബാഹ്യമായി ഭംഗിയുണ്ടാകും, നാം കുളിച്ച് വൃത്തിയായിട്ടുണ്ടാകും. പക്ഷേ തിന്മ നമ്മുടെ ശരീരത്തിൽ ബാക്കിയായാൽ അതിനൊരു ദുർഗന്ധമുണ്ട്, മലക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. ദുന്യാവിൽ ഒരു മനുഷ്യൻ, പാപിയായ മനുഷ്യൻ പാപത്തിൽ നിരതനാകുമ്പോൾ, പാപവും ചുമന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അവന് ദുന്യാവിലുണ്ടാകുന്ന അനന്തര ഫലങ്ങളാണ് വ്യക്തി ജീവിതത്തിൽ. ഇനി നമ്മൾ ഉമ്മത്തിൽ, സമൂഹത്തിൽ എത്രയോ ദൂഷ്യങ്ങളാണ്. ശത്രുക്കൾക്കതിൽ ഉമ്മത്തിൻ്റെ വിജയം, ഉമ്മത്തിൻ്റെ ജീവിതം തിന്മയിൽ നിന്ന് പരിശുദ്ധമാകുമ്പോഴാണ്. പാപിയായ സമൂഹത്തിൻ്റെ മേൽ ഒരിക്കലും അല്ലാഹു തആല സഹായം ഇറക്കുകയില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല തൻ്റെ സൈന്യത്തെ പറഞ്ഞയക്കുമ്പോൾ അവർ നാട്ടിൽ ചെന്നാൽ കത്തെഴുതുമായിരുന്നു. അവരോട് പറയുമായിരുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്
നിങ്ങൾ നിരീക്ഷിക്കേണ്ടത് ശത്രുക്കളെക്കാൾ കൂടുതൽ നിങ്ങളുടെ സ്വന്തം നഫ്സിനെയാണ്. നിങ്ങളോ നിങ്ങളുടെ വ്യക്തികൾ കൂട്ടത്തിൽ ആരെങ്കിലുമോ ഒരു പാപവും ചെയ്യാതെ നിങ്ങൾ സ്വയം നിങ്ങൾ സൂക്ഷിക്കണം. ശത്രുക്കളുടെ തന്ത്രത്തെക്കാൾ അവരുടെ ആയുധങ്ങളെക്കാൾ നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങളുടെ പാപങ്ങളെയാണ്. നിങ്ങൾ പാപികളാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം ഇറങ്ങുകയില്ല. ഖുബ്റുസ് എന്നൊരു രാജ്യം മുസ്ലിങ്ങൾ അത് വിജയം പ്രാപിച്ചു. സഹാബാക്കൾ പ്രസിദ്ധനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ ആ സൈന്യത്തിലുണ്ടായിരുന്നു. വിജയിച്ചു, ഗനീമത്ത് സ്വത്തെല്ലാം ഒരുമിച്ച് കൂട്ടുമ്പോൾ പ്രസിദ്ധനായ സഹാബി ഒരു ഭാഗത്തിരുന്ന് കരയുകയാണ്. കൂട്ടുകാർ ചോദിച്ചു, മഹാനവറുകളെ അബൂ ദർദാ, നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്ത് സംഭവിച്ചു? സന്തോഷിക്കേണ്ട സമയമല്ലേ, വിജയം കിട്ടിയിരിക്കുകയില്ലേ? അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, പക്ഷെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ സമൂഹം ഇവർ ഉമ്മത്തുൽ ഖാഹിറ, എല്ലാ ശക്തിയും സൈന്യവും ആയുധവും എല്ലാ ബലവുമുള്ള സമൂഹമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പനകളെതിരായി പാപികളായി ജീവിച്ചപ്പോൾ അവർക്കിതെല്ലാം ഉള്ള അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, അഥവാ ഉമ്മത്തെ മുസ്ലിമെ നമ്മളും ഇവരെ പോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പാടാക്കി പാപികളായി ജീവിച്ചാൽ എല്ലാം ഉള്ളതിനോടൊപ്പം ശക്തിയും ആയുധവും എല്ലാം ഉള്ളതിനൊപ്പം നമ്മളും ഇതുപോലെ നിന്ദ്യരാകേണ്ടി വരും. സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ സൈന്യവുമായി വലിയൊരു സൈന്യവുമായി ദജ്ല നദിയുടെ മുന്നിലെത്തി. ദജ്ല നദി നിറഞ്ഞൊഴുകുകയാണ്. ഇനി മറുഭാഗത്തേക്ക് യാത്ര ചെയ്യും. അദ്ദേഹം പറഞ്ഞു, നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ്റെ വഴി വന്നവരാണ്, അള്ളാഹു നമ്മളെ സഹായിക്കും, ഉറപ്പായ കാര്യമാണ്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൗബ ചെയ്തേക്കിൻ, പശ്ചാത്തപിച്ചേക്കിൻ, പാപം കാരണമായി അള്ളാഹുവിൻ്റെ സഹായം നഷ്ടപ്പെടും. എന്നിട്ട് ആ സൈന്യവുമായി സഅദ് റളിയല്ലാഹു അൻഹു നിറഞ്ഞൊഴുകുന്ന ദജ്ല നദിയുടെ മുകളിൽ കൂടി അദ്ദേഹം യാത്ര ചെയ്തു. വെള്ളത്തിൻ്റെ മുകളിൽ കൂടി വെള്ളത്തെ അള്ളാഹു തആല അവർക്ക് പാറകളെ പോലെ ഉറപ്പിച്ചു കൊടുത്തു. സഹാബാക്കളെ കാലഘട്ടത്തിൽ സംഭവിച്ചത് യാഥാർത്ഥ്യമാണ്. അവരുടെ ജീവിതങ്ങൾ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധമായപ്പോൾ അള്ളാഹ് സഹായം ഇറക്കി. അതുകൊണ്ട് സമൂഹത്തിൽ ഉമ്മത്തിൻ്റെ മേലുള്ള അള്ളാഹുവിൻ്റെ സഹായത്തെ തടയുന്ന കാര്യമാണ് നമ്മുടെ ജീവിതങ്ങൾ പാപത്തിൽ നിരതമായി ജീവിക്കുക എന്നുള്ളത്. പാപത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ പാപത്തിൽ മുസീബത്തുണ്ടാകും, സമൂഹത്തിലുണ്ടാകും. ഇതിനെല്ലാം ഉപരി നമ്മൾ ആഖിറത്തിലേക്ക് പോകേണ്ടവരാണ്. ഈ പാപവുമായിട്ടാണ്, ഇത് പൊറുപ്പിക്കാതെയാണ് നമ്മൾ ആഖിറത്തിലേക്ക് കടന്നു ചെല്ലുന്നെങ്കിൽ അല്ലാഹുവിന് മറുപടി പറയേണ്ടി വരും. ഒരു അണു അത്രയും തിന്മയും പാപവുമായിട്ടാണ് ആഖിറത്തിൽ പോകുന്നെങ്കിൽ അതും കാണേണ്ടി വരും. ഒരു ചെറിയ തിന്മയാണെങ്കിലും അതിൻ്റെ ഫലം നാളെ ആഖിറത്തിൽ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു ചോദ്യം ചെയ്യും. നമ്മുടെ തിന്മകളെ കുറിച്ച് അള്ളാഹു തആല ചോദ്യം ചെയ്യും. അള്ളാഹുവിൽ മറുപടി പറയേണ്ടി വരും. നബി ഞങ്ങൾ പറയുമായിരുന്നു, യാ ആയിഷ ഇയ്യാകി വൽ മുഹഖിറാത്തി ദുനൂബ്. ആയിഷ, ഒരു പാപത്തെ നീ ചെറുതായി കാണരുത്. പാപം എത്ര ചെറുതാകട്ടെ അതിനെ നീ ചെറുതായി കാണരുത്. ഫഇന്ന ലഹാ മിനല്ലാഹി ത്വാലിബ. ആയിഷ, അതിനെക്കുറിച്ച് ആഖിറത്തിൽ ചോദിക്കും, നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് അള്ളാഹു തആല ചോദിക്കും. നിന്റെ കണ്ണിൽ ചെറുതായിരിക്കാം, പക്ഷെ ചെറുതിനെ കുറിച്ച് നാളെ ആഖിറത്തിൽ ചോദ്യമുണ്ടാകും. ആയിഷ റളിയല്ലാഹു തആല പറയുമായിരുന്നു, ഒരു മനുഷ്യന്റെ നാശത്തിന് മതിയായതാണ് അവൻ ആഖിറത്തിലേക്ക് പോകുമ്പോൾ ഒരൊറ്റ തിന്മ കൊണ്ടാണ് പോകുന്നതെങ്കിൽ അത് തന്നെ മതിയായതാണ്, അവൻ്റെ നാശത്തിന് മതിയായതാണ്. അതുകൊണ്ട് പാപവുമായിട്ടാണ് ആഖിറത്തിലേക്ക് പോകുന്നതെങ്കിൽ നമ്മുടെ നാശത്തിന് മതിയായതാണ്. ആഖിറം നമ്മുടെ തിന്മകളെ പരസ്യമാക്കുന്ന ദിവസമാണ്. തിന്മകളെ പരസ്യമാക്കപ്പെടും, അവിടെ പ്രകടിപ്പിക്കപ്പെടും. യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങളെ പരസ്യമാക്കുന്ന ദിവസമാണ്. മനുഷ്യന്റെ മുഴുവൻ രഹസ്യങ്ങളെയും പരസ്യമാക്കുന്ന ദിവസമാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈറിൻ മുഹ്ളറ വമാ അമിലത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ. അവന്റെ തിന്മകളെയും പ്രകടിപ്പിക്കപ്പെടും, അവന്റെ നന്മകളെയും പ്രകടിപ്പിക്കപ്പെടും. എല്ലാം പരസ്യമാകുന്ന ദിവസം. അതുകൊണ്ട് ആഖിറത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ പാപങ്ങളെ പൊറുപ്പിക്കപ്പെടണം. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ വിചാരിക്കാം, തെറ്റുകൾ ചെയ്യുന്നല്ലോ, ഒന്നും ഇതിൻ്റെ പേരിൽ അനന്തരഫലങ്ങൾ സംഭവിക്കുന്നില്ലല്ലോ. ശൈത്താൻ നമ്മളെ വഞ്ചിക്കാം. പാപിയായ മനുഷ്യനെ ശൈത്താൻ വഞ്ചിക്കും, അതിൻ്റെ അനന്തരഫലങ്ങൾ അവൻ കാണാതാകുമ്പോൾ. പക്ഷേ അധികവും അല്ലാഹു തആല അവൻ്റെ കാരുണ്യത്തിൻ്റെ പേരിൽ, അവൻ്റെ സത്താർ എന്ന ഉയർന്ന നാമത്തിൻ്റെ പേരിൽ, അവൻ വലിയ അഫുവിൻ്റെ ഉടമയായതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന തിന്മകൾ അള്ളാഹു അറിയുന്നുണ്ട്. പക്ഷേ അധികം അള്ളാഹു തആല മാപ്പാക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ തിന്മയുടെ അനന്തരഫലങ്ങൾ കാണാത്തത്. ഇല്ലെങ്കിൽ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, തീർച്ചയാണ് ഓരോ തിന്മക്കും അതിൻ്റെ അനന്തരഫലങ്ങൾ ദുനിയാവിൽ ഉണ്ടാകും. ഒന്നുകിൽ ഉടനെ ഉണ്ടാകും,
തിന്മ ചെയ്ത മനുഷ്യൻ ഉടനെ ഉണ്ടാകും. ഒരു സഹാബി ഹറാമ് കണ്ടു. അദ്ദേഹം തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ കണ്ണിൽ എന്തോ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. നബിയോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അള്ളാഹു ആഖിറത്തിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ദൂഷ്യം ദുന്യാവിൽ തന്നെ തന്നതാണ്. ചിലർക്ക് ദുന്യാവിൽ ഉടനെ അള്ളാഹു തആല നൽകും. ചിലപ്പോൾ അള്ളാഹു തആല അല്പം താമസിപ്പിച്ച് നൽകും. ഉടനെ അള്ളാഹു നൽകുകയില്ല, അല്പം താമസിപ്പിച്ച് നൽകും. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നു, ഒരു മുതഅല്ലിം, ഖുർആൻ മനനം ചെയ്തൊരു മുതഅല്ലിം ഒരു ഹറാമ കണ്ടതിൻ്റെ പേരിൽ ആ ഖുർആൻ മുഴുവൻ മറന്നുപോയി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, 20 വർഷം കഴിഞ്ഞപ്പോൾ ആ ഖുർആൻ മനനം മറന്നുപോവുകയുണ്ടായി. ചിലപ്പോൾ വർഷങ്ങളെടുക്കും അതിൻ്റെ ദൂഷ്യങ്ങൾ ഉണ്ടാകാൻ. ഇല്ലെങ്കിൽ ഉലമാക്കൾ എഴുതി, അള്ളാഹുവിൻ്റെ ഭാഗത്ത് ദൂഷ്യങ്ങൾ വരും, നാം അറിയുകയില്ല. ബനീ ഇസ്രായേൽ ഒരു ആബിദ് അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതുന്നു. അദ്ദേഹം പാപവും ചെയ്യുമായിരുന്നു, എന്നാൽ ഇബാദത്തും ചെയ്യുമായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ അള്ളാഹുവിനോട് മുനാജത്ത് നടത്തിയപ്പോൾ പറഞ്ഞു, അള്ളാഹു നീ എത്ര കരുണയുള്ളവനാണ്, ഞാൻ തിന്മ ചെയ്യുന്നു, അതിൻ്റെ പേരിലൊന്നും ദുന്യാവിൽ ഉണ്ടാകുന്നുമില്ല. അപ്പം അള്ളാഹു തആല അറിയിച്ചു, എൻ്റെ അടിമയെ നീ അറിഞ്ഞില്ലേ, നീ എന്നാണോ തെറ്റ് ചെയ്ത് തുടങ്ങിയത് അന്നു മുതൽ ഞാനുമായുള്ള മുനാജാത്തിൻ്റെ ലസ്സത്തിന് ഞാൻ എടുത്ത് നീ അറിഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ അറിയുന്നില്ല ചില മുസീബത്തുകൾ, ചില അദാബുകൾ. ഇതൊന്നുമല്ല എങ്കിൽ ഉലമാക്കൾ എഴുതി, ഒരു പാപിയായ മനുഷ്യൻ പാപത്തിൽ നിരതനാകുമ്പോൾ വീണ്ടും അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും ഭയപ്പെടണം. ഇതിന് ഉലമാക്കൾ ഇസ്തിദ്റാജ്, അവൻ അറിയാതെ അവനെ പിടിക്കാൻ പോവുകയാണ്. ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. ചില സമൂഹത്തെ പറ്റി അല്ലാഹു പറഞ്ഞു, അവർ അല്ലാഹുവിനെ മറന്ന് പാപങ്ങൾ മുഴുകിയപ്പോൾ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, അവരുടെ മേൽ എല്ലാ സുഖത്തിൻ്റെ വാതിലുകളും തുറന്നു കൊടുത്തു. അവർ ഇച്ഛിച്ചതെല്ലാം തുറന്നു കൊടുത്തു. അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അവസരങ്ങൾ കൊടുത്തു. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ ഹത്താ ഇദാ ഫരിഹു, അങ്ങനെ അവർ സുഖിച്ച് രസത്തിൽ മുഴുകി നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് തീർച്ചയായും തിന്മയുടെ മേൽ ദുരന്തങ്ങൾ, അതിൻ്റെ ദൂഷ്യങ്ങൾ, അനന്തരഫലങ്ങൾ ദുന്യാവിൽ ഉണ്ടാകും, ആഖിറത്തിലും ഉണ്ടാകും. ഇതെല്ലാം പറഞ്ഞത് നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, നിരാശനാക്കാൻ വേണ്ടിയല്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ച് മനുഷ്യനാണ്, മലക്കൊന്നുമല്ല, പാപങ്ങൾ സംഭവിക്കും. കുല്ലു ബനി ആദമ ഖത്താഊൻ, മനുഷ്യനിൽ തിന്മകൾ സംഭവിക്കും, ഉറപ്പായ കാര്യമാണ്. പക്ഷേ മുഅ്മിനിന്റെ പ്രത്യേകത, അവൻ പാപത്തിൽ നിരതനാവുകയില്ല, പാപം ചെയ്ത അവസ്ഥയിൽ മുന്നോട്ട് പോകുകയില്ല. ഉടനെ അത് പശ്ചാത്തപിച്ച് അള്ളാഹുലേക്ക് മടങ്ങി പൊറുപ്പിക്കുന്നവൻ. കാരണം അവനറിയാം, തിന്മയിൽ നിരതനായി നിത്യമായി ജീവിച്ചു കൊണ്ടുപോയാൽ ദുന്യാവിൽ പല ദൂഷ്യങ്ങളും ഉണ്ടാകുമെന്ന് മുഅ്മിൻ അറിയാം. ഒരിക്കലും പാപം നമ്മൾ ദുന്യാവിൽ വെറുതെ വിടുകയില്ല, അതിൻ്റെ പല അനന്തര ഫലങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്ന് മുഅ്മിൻ അറിയാം. അതുകൊണ്ട് മുഅ്മിൻ പാപങ്ങൾ സംഭവിച്ചാൽ ഉടനെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനാണ്. പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും സമയങ്ങളെയും അന്വേഷിക്കുന്നവനാണ് മുഅ്മിൻ. ഇവിടെയാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ഈ മഗ്ഫിറത്തിൻ്റെ 10 ദിവസങ്ങളുടെ പ്രത്യേകത. ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല അവസരമാണ്. അവൻ്റെ മുഴുവൻ പാപങ്ങളും പൊറുപ്പിക്കാൻ അള്ളാഹു നൽകുന്ന ഏറ്റവും നല്ല അവസരമാണ്. തീർച്ചയായും ബലഹീനനാണ്, തിന്മകൾ സംഭവിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരെ പറ്റി പറയുമ്പോൾ, സ്വർഗ്ഗവാസികളെ പറ്റി പറയുമ്പോൾ എന്ന് പറയും, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാർ അവരെ പറ്റി അല്ലാഹു പറയാൻ, അവരെങ്ങനെയുള്ള വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിന്മ സംഭവിച്ചു പോയി, ഒരു തെറ്റ് സംഭവിച്ചു പോയി, ഔ ളലമു അൻഫുസഹും, അവരുടെ നഫ്സുകളോട് അവർ അക്രമം ചെയ്തു. കാരണം പാപങ്ങൾ ഈ പറഞ്ഞ നിലയ്ക്ക് അവൻ്റെ നഫ്സിനോട് അക്രമമാണ്, പല ദൂഷ്യങ്ങളും അവൻ്റെ ശരീരം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഉടനെ അള്ളാഹുവിനെ ഓർക്കും, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, പാപം സംഭവിച്ചു പോയല്ലോ. എന്നിട്ട് അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കും, അള്ളാഹുവേ തെറ്റ് സംഭവിച്ചു പോയി, പാപം സംഭവിച്ചു പോയി, ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ, രാത്രിയുടെ ഇരുളിൽ ഞാൻ ഇങ്ങനെ അറിയാതെ അള്ളാഹു തെറ്റ് സംഭവിച്ചു പോയി. അള്ളാഹു ഉടനെ വിശുദ്ധ ഖുർആനിന്റെ സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ അള്ളാഹുവിന്റെ ചോദ്യം, എൻ്റെ അടിമയെ, നിനക്ക് ഞാനല്ലാതെ പിന്നെ ആരാ പുറത്തു തരുക? നിന്റെ പാപങ്ങൾ ഞാൻ പുറത്തു തന്നില്ലെങ്കിൽ പിന്നെ ആര് പുറത്തു തരാനാണ്? ഞാനിതാ തയ്യാറാണ്. പിന്നെ അള്ളാഹു ഇത് കുറിച്ച്, ഇതാണ് മുഅ്മിനീങ്ങളുടെ പ്രത്യേകത. അവർ പാപത്തിൽ നിത്യമാവുകയില്ല, പാപം ചെയ്ത അവസ്ഥയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയില്ല. വർഷങ്ങൾ മുമ്പ് ചെയ്ത പാപങ്ങൾ അവർ മറന്ന് ഇങ്ങനെ ജീവിക്കുകയില്ല. സംഭവിച്ചു പോയാൽ
ഉടനെ പശ്ചാത്തപിക്കും. അത് പൊറപ്പിക്കാനുള്ള അവസരങ്ങൾ കാത്തു നിൽക്കും. അത് പൊറപ്പിക്കാൻ കിട്ടുന്ന സമയങ്ങളെ പ്രയോജനപ്പെടുത്തും. ഇവരാണ് മുഅ്മിനീങ്ങൾ. സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ് ഈ പരിശുദ്ധമായ റമദാൻ. പാപങ്ങൾ പൊറുപ്പിക്കാൻ ഇതിനേക്കാൾ നല്ല അവസരം ജീവിതത്തിൽ കിട്ടാനില്ല. പ്രത്യേകിച്ച് റമദാനിൻ്റെ മധ്യഭാഗം. റമദാനിൻ്റെ തുടക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് അതിൻ്റെ മദ്യം, അതിൻ്റെ മദ്യത്തേക്കാൾ ശ്രേഷ്ഠമാണ് അതിൻ്റെ അവസാനം. പക്ഷെ അധികവും നമ്മൾ രണ്ടാമത്തെ ഘട്ടം എത്തുമ്പോഴേക്കും മടി ബാധിച്ച് നമ്മുടെ പള്ളികൾ കാലിയാകുന്നു, തറാവീഹിൻ്റെ സഫുകൾ കുറയുന്നു, അമലുകളുടെ എണ്ണം കുറയുന്നു, നാം വീണ്ടും മടി ബാധിക്കുക. സത്യത്തിൽ നമ്മൾ ഉണരേണ്ട സമയമാണ്, വീണ്ടും ഉത്സാഹത്തോടെ മുന്നേറേണ്ട സമയമാണ്. 10 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അതിനേക്കാൾ പ്രധാനപ്പെട്ട രണ്ടാമത്തെ 10ലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി മൂന്നാമത്തെ 10 അതിനേക്കാൾ ഗൗരവവും ശ്രേഷ്ഠതയും ഉള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ്. നമ്മുടെ മുഴുവൻ പാപങ്ങളും പൊറുപ്പിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരമാണ്. ഈ റമദാൻ കഴിയുമ്പോൾ ഒരു ചെറിയ പാപം നമുക്ക് ബാക്കിയാകാതെ എല്ലാം പൊറുപ്പിക്കാൻ സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ നാം നന്മകളിലേക്ക്, അമലുകളിലേക്ക്, നമസ്കാരത്തിലേക്ക്, ഇബാദത്തിലേക്ക് തിരിയാതെ ഒരിക്കലും സാധിക്കുകയില്ല. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.